മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, 1947 ഒക്ടോബർ 3 സ്ഥാപിതമായ മിഷൻ ലീഗ് എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടന പതിറ്റാണ്ടുകൾ വലിയ തീർത്ഥയാത്രയാണ് നടത്തിയത്. ആയിരക്കണക്കിന് മിഷണറിമാർക്ക് രൂപം നൽകാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളത് എത്രയോ ശ്ലാഘനീയമാണ്. ദൈവത്തിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. മിഷൻ ലീഗ് ഈ വർഷത്തെ പഠന വിഷയമായി എടുത്തിട്ടുള്ളത് ദൈവകേന്ദ്രീകൃതമായ കുടുംബം, ദൈവവിളിയുടെ ഉറവിടവും ശക്തിയും എന്നതാണ്. ചെറുപുഷ്പം മിഷൻ ലീഗ് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്ന സംഘടനയാണ്. എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്നത്? അവരെ സ്നേഹത്തിലും ത്യാഗത്തിലും മിഷൻ പ്രവർത്തനങ്ങളുടെ ചൈതന്യത്തിലും വളർത്തുക, മിഷണറിമാരെ വളർത്തിയെടുക്കുക. ഈ വലിയൊരു ലക്ഷ്യമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മിഷൻ ലീഗ് സാധിച്ചതെന്ന് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കാം. ഈ കാലഘട്ടം ദൈവവിളി പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുന്നു എന്ന ഭീതി നമുക്കുണ്ട്. ഇവിടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രസക്തമാകുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകേണ്ടത് എവിടെയാണ്? അത് കുടുംബങ്ങളിലാണ്. കുടുംബം ദൈവകേന്ദ്രീകൃതമാകണം. സങ്കീർത്തകൻ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങൾ ബലിപീഠത്തിനരികിൽ അവരെ വളർത്തി. ഒരു പക്ഷി കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു. പല സ്ഥലങ്ങൾ അന്വേഷിച്ചു. അവിടെയെല്ലാം അപകടമുണ്ടെന്ന് കണ്ടപ്പോൾ ആ പക്ഷി ബലിപീഠത്തിനരികിലാണ് കൂട് ചമച്ചതെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകിയത് എവിടെയാണ്? ആ ബലിപീഠത്തിന് മദ്ബഹായിൽ തന്നെ പരിശീലനം നൽകി. അപ്പോൾ ശത്രുക്കളുടെ ആക്രമണമില്ല. അതാണ് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ ദൈവകേന്ദ്രീകൃതമായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ബലിപീഠത്തിലായിരിക്കണം. അതായത് ഓരോ കുടുംബവും ബലിപീഠമായിരിക്കണം. അവിടെ ദൈവവിളി വളരുക തന്നെ ചെയ്യും. നമുക്ക് മാതൃകയായിട്ട് ആരാണുള്ളത്? വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മാതാപിതാക്കൾ വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിൻ ഗുരിനും. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ട്: എനിക്ക് ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗതുല്യരായ എൻ്റെ മാതാപിതാക്കളോട് ഞാനത് കടപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് 5 പേര് പെൺകുട്ടികൾ, 5 പേരും ദൈവവിളി സ്വീകരിച്ച് വലിയ പ്രേക്ഷിതരാകുക. നിസ്സാര പ്രേക്ഷിതരല്ല, വേദപാരംഗതയായില്ലേ ആ കുടുംബത്തിൽ നിന്നൊരു വ്യക്തി സഭയ്ക്ക് സംഭാവന ചെയ്യാൻ ഈ കുടുംബത്തിന് സാധിച്ച അമൂല്യമായ നിമിഷങ്ങൾ. നമുക്ക് ഈ ഒരു വർഷം നമ്മുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃതമായി മുന്നോട്ട് നീങ്ങുമ്പോൾ കുടുംബങ്ങൾ വിശുദ്ധിയുള്ളതായി തീരാൻ, കുഞ്ഞുങ്ങൾ ജീവനിലേക്ക് തുറന്ന ഒരു കുടുംബമായി തീരുന്നതിലേക്ക്, ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുന്നതിന് എപ്പോഴും പരിശ്രമിക്കണം. നല്ല ദൈവവിളികൾ നമുക്ക് അനിവാര്യമാണ്. പൗരോഹിത്യം അപ്രത്യക്ഷമായാൽ, പൗരോഹിത്യത്തിൻ്റെ കുറവ്, വൈദികരുടെ കുറവ് നമ്മുടെ വിശ്വാസ സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് നല്ല വൈദികരുണ്ടാകണം, നല്ല മിഷണറിമാരുണ്ടാകണം, പ്രേക്ഷിതരുണ്ടാകണം. എവിടെയാണ് നമുക്കതിൻ്റെ സ്രോതസ്സ് കണ്ടെത്തേണ്ടത്, ശക്തി കണ്ടെത്തേണ്ടത്? അത് കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളുടെ വിശുദ്ധി, കുടുംബങ്ങളുടെ ദൈവസ്നേഹം, കുടുംബങ്ങളുടെ സമർപ്പണ മനോഭാവം അത് ദൈവവിളിക്ക് കാരണമാകും. എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.